തുടക്കത്തിൽ ഓരോ PTA പൊതുയോഗവും ഈ ത്രിവേണി സംഗമം ശരിയായ രീതിയിൽ ചേരുമ്പോഴുള്ള ഒരു സൗന്ദര്യമാണ് വിദ്യാലയത്തിൻ്റെ ശോഭ എന്ന് പറയുന്നത്. നാളിതുവരെ രക്ഷകർത്താക്കൾ ഈ വിദ്യാലയത്തിന് പകർന്നു തന്ന എല്ലാ സ്നേഹത്തിനും നന്ദി പറയട്ടെ. ബസോലിയോസ് ബാബയുടെ നാമധേയത്തിൽ കോതമംഗലം വിശുദ്ധ മാർത്തോമ ചെറിയ പള്ളിയുടെ ഉടമസ്ഥതയിൽ 1936 മാർബേസിൽ സ്കൂൾ സ്ഥാപിതമായത്. നവതി ആഘോഷത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന വിദ്യാലയം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 2025-26 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. 2025 ജൂൺ മാസം 2-ാം തീയതി വർണ്ണാഭമായ പ്രവേശനോത്സവത്തോടുകൂടി പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു. UP വിഭാഗത്തിൽ 13 ഡിവിഷനുകളിലായി 380 വിദ്യാർത്ഥികളും ഹൈസ്കൂൾ വിഭാഗത്തിൽ 21 ഡിവിഷനുകളിലായി 800 വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറിയിൽ 12 ക്ലാസ്സുകളിലായി 702 വിദ്യാർത്ഥികളും ഉൾപ്പെടെ കഴിഞ്ഞ വർഷം 1882 കുട്ടികളാണ് ഈ വിദ്യാലയത്തിൽ അധ്യയനം നടത്തിയത്. അതോടൊപ്പം തന്നെ ഓരോ വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുമാണ് ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ വിജയത്തിന് ആസ്പദമായ കൂട്ടായ്മ. ഈ 2026 അധ്യയന വർഷത്തിൽ നമുക്ക് ഈ സ്കൂളിലേക്ക് നല്ലൊരു PTA കമ്മിറ്റിയെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് പ്രധാനമായും ഈ ഇന്നത്തെ ഒരു PTA മീറ്റിംഗ്. കേരളത്തിൽ വന്നു തെലങ്കാന മുഖ്യമന്ത്രി ശ്രീ രേവന്ത് റെഡ്ഡി അദ്ദേഹം ഒരു കൂട്ടം IPS ഉദ്യോഗസ്ഥരുടെ കൂടെ കേരളം സന്ദർശിച്ചു. അദ്ദേഹം സന്ദർശിച്ച 3 പേരിൽ ഒന്ന് ശ്രീ രമേശ് ചെന്നിത്തല സാറും. മറ്റൊന്നുമല്ല, ഇത്ര സമർത്ഥമായിക്കൊണ്ട് ലഹരിക്കെതിരെയുള്ള ഈ വേട്ട ഇങ്ങനെ കാര്യക്ഷമമായി ചുരുങ്ങിയ നാൾ കൊണ്ട് ഈ കഴിഞ്ഞ മാസം 18-ാം തീയതി വരെയുള്ള കണക്കനുസരിച്ച്, കഴിഞ്ഞ മാസം 20-ാം തീയതി വരെയുള്ള കണക്കനുസരിച്ച് 1 മാസവും 18 ദിവസവും പിന്നിട്ടപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന കേരള പോലീസിൻ്റെ അഭിമാന പദ്ധതിയായ ലഹരി വിരുദ്ധ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെയും ലഹരി വിരുദ്ധ വേട്ടയുടെയും ഭാഗമായിട്ട് 7825 കേസുകൾ അവയ്ക്കെതിരെ ഞാൻ ഉണർന്നു പ്രവർത്തിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. എൻ്റെ ആരോഗ്യത്തെയും കുടുംബ സമാധാനത്തെയും നാടിൻ്റെ പുരോഗതിയെയും തകർക്കുന്ന നിങ്ങളും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ നാളെയുടെ തലമുറകളല്ല, നമ്മളുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഹൈസ്കൂളിന് മേളിലുള്ളവരാണ്. 8-ാം ക്ലാസ്സിന് മേളിലുള്ളവർക്ക് വോട്ടവകാശം കൊടുക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. 8-ാം ക്ലാസ് മുതൽ വോട്ടവകാശം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമ്മുടെ 8-ാം ക്ലാസ്സിന് മേളിലുള്ള തലമുറ ഇന്നിൻ്റെ പൗരന്മാരാണ്. നമ്മൾ കണ്ടു ജന്തർമന്ദറിൽ നമ്മൾ തിരസ്കരിക്കപ്പെട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അത്രമേൽ പ്രാധാന്യം കൊടുക്കാതിരുന്ന വ്യക്തമായി